അപ്പോൾ അടുത്ത ഹെഡിങ് മൗര്യ എംപയറുടെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ മൗര്യ എംപയർ. ഓക്കെ, അപ്പം നമ്മൾ ആദ്യമേ പറഞ്ഞു ഇവരുടെ ക്യാപിറ്റൽ എവിടെയായിരുന്നു? ക്യാപിറ്റൽ പാടലിപുത്ര. പാടലിപുത്ര ബീഹാർ ആണേ. പാടലിപുത്ര ബീഹാർ. ഓക്കെ, മൗര്യൻ എംപയറിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ റെഫറൻസ് ആണ് എടുത്തത്? ഓക്കെ, ആദ്യം പഠിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ്, അർത്ഥശാസ്ത്ര ബൈ കൗടല്യ. അപ്പോൾ കൗടല്യൻ എഴുതിയ അർത്ഥശാസ്ത്ര. ഓക്കെ, പിന്നെ എംപറർ അശോകാസ് ഇൻസ്ക്രിപ്ഷൻസ്. അപ്പോൾ ഇൻസ്ക്രിപ്ഷൻസ് വഴിയും ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ട്. പിന്നെ അടുത്ത കോയിൻസ് ആസ് സർക്കുലേറ്റ് ദ ടൈം. അടുത്ത പോയിന്റ് എന്താണ്? ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ 3 കാര്യങ്ങളിലൂടെയാണ് നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം കിട്ടിയത്. അർത്ഥശാസ്ത്ര ബൈ കൗടല്യ എഴുതിയ അർത്ഥശാസ്ത്ര, എംപറർ അശോകയുടെ ഇൻസ്ക്രിപ്ഷൻസും കോയിൻസും, ഇതുവഴി കുറേ ഡേറ്റാസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി അർത്ഥശാസ്ത്രം മാത്രം നോക്കാം. അർത്ഥശാസ്ത്രയിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? അർത്ഥശാസ്ത്ര അതാരാണ് എഴുതിയത്? ഇമ്പോർട്ടൻ്റ് ആണ്, ചിലപ്പോൾ ചോദിക്കാം. കൗടല്യ. അപ്പോൾ കൗടല്യാണ് അർത്ഥശാസ്ത്രം എഴുതിയത്. ഒരു ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റ് ആണത്. അപ്പോൾ മൗര്യ കിണ്ണത്തിന്റെ ഡീറ്റെയിൽസ് എല്ലാം അതിനകത്തുണ്ടായിരുന്നു. ഇതിനകത്ത് ആർ ശ്യാമശാസ്ത്രി, ഹെഡ് ഓഫ് ആർക്കിയോളജിക്കൽ ലൈബ്രറി ഡിപ്പാർട്ട്മെന്റ് ഓഫ് മൈസൂർ. അപ്പോൾ ആർക്കിയോളജിക്കൽ ലൈബ്രറി ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണ്, മൈസൂരിലെ ഹെഡാണ് അദ്ദേഹം. എന്താണ് ചെയ്തത്? ഹി ഗോട്ട് ദ മാനുസ്ക്രിപ്റ്റ് ഓഫ് അർത്ഥശാസ്ത്ര ഫ്രം എ സ്കോളർ ഇൻ തഞ്ചാവൂർ. അദ്ദേഹത്തിന് ഇതിന്റെ മാനുസ്ക്രിപ്റ്റ് കിട്ടി അർത്ഥശാസ്ത്രയുടെ. ഓക്കെ, അങ്ങനെ 1907 ശ്യാമശാസ്ത്രി ഇത് പബ്ലിഷ് ചെയ്തു. ഓക്കെ, അപ്പം ഈ വർക്കിൽ ഓൾമോസ്റ്റ് 15 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു? 15 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം അതിനകത്ത് ഇവരുടെ ഈ മൗര്യ കിങ്ഡം റെസ്റ്റ് ചെയ്യുന്നത് സപ്താംഗാസിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സപ്താംഗാസ്, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് സപ്താംഗാസ്? സപ്തം മീൻസ് 7. സപ്തം എന്ന് പറഞ്ഞാൽ എന്താണ്? 7 എന്നാണ് സപ്തത്തിന്റെ മീനിങ്. അപ്പോൾ സപ്താംഗാസിലാണ് ഇത് റെസ്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ഓരോന്നായിട്ട് നോക്കാം. 7 എണ്ണമാണേ. അപ്പോൾ ഒന്നാമത്തെ എന്താണ്? സ്വാമി എന്ന് പറഞ്ഞാൽ ആരാണ്? കിങ് ആണ്. സ്വാമി എന്ന് പറഞ്ഞാൽ കിങ് ആണ്. രണ്ടാമത്തത് അമത്യ എന്ന് പറഞ്ഞാൽ മിനിസ്റ്റർ. അടുത്ത മൂന്നാമത്തത് ജനപദക്കകത്ത് ലാൻഡും വരും, പീപ്പിൾ, ഇത് രണ്ടും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ജനപദം. ഓക്കെ, നാലാമത്തത് ദുർഗ. ഫോർട്ടൊക്കെയുള്ള, ഫോർട്ടിഫൈ ചെയ്ത പ്രൊട്ടക്റ്റഡ് ഏരിയ, കോട്ടകൾ കെട്ടി പ്രൊട്ടക്ട് ചെയ്ത ഏരിയ, അതാണ് ദുർഗ എന്ന് ഉദ്ദേശിക്കുന്നത്, പ്രൊട്ടക്റ്റഡ് ഏരിയ. അടുത്ത അഞ്ചാമത്തെ എന്താണ്? കോശ എന്തായിരിക്കും? ട്രഷറി, സമ്പത്ത് ഫുള്ളും അവിടെയാണ്, കോശയിൽ. ആറാമത്തെ ദണ്ഡ എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റിസ്, നീതി. 7th വൺ മിത്ര എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ലി കൺട്രീസിനെയാണ് പറയുന്നത്. അവരുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള കൺട്രീസിനെയാണ് എന്തെന്ന് പറയുന്നത്? മിത്ര എന്ന് പറയുന്നത്. ഓക്കെ, ഇതുപോലെ തന്നെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ മൗര്യ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ്, അവരുടെ ഭരണം എങ്ങനെയായിരുന്നു? അവർ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത് പ്രൊവിൻസസിലൂടെയായിരുന്നു. മൗര്യ അഡ്മിനിസ്ട്രേഷൻ വലിയ കിങ്ഡമാണ്. അതുകൊണ്ട് ഇവർക്ക് എന്താണ്? ഇവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് വേരിയസ് പ്രൊവിൻസസ് ആയിട്ട്. അതായത് ഇപ്പം നമ്മൾ കേരളത്തിനെ നമ്മൾ ഡിസ്ട്രിക്ട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടില്ലേ? അപ്പോൾ ഭരണം ഈസി ആക്കാനാണ്. അതുപോലെ ഇവരെന്താണ്? പല പ്രൊവിൻസസ് ഉണ്ട് ഇവർക്ക്. P1, P2, P3, P4. അപ്പോൾ എന്താണ്? ഒരുപാട് പ്രൊവിൻസ് ആക്കിയിട്ടുണ്ട്, ഡിവിഷൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് ഇവർ ഗവേണിങ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ പാടലിപുത്ര അവരുടെ ക്യാപിറ്റൽ ആയതുകൊണ്ട് അത് ഡയറക്റ്റ് ആരുടെ കൺട്രോളിലായിരിക്കും? നമ്മുടെ എംപറർ ആരാണോ, നമ്മുടെ രാജാവിന്റെ കൺട്രോളിലായിരിക്കും പാടലിപുത്രം വരുന്നത്. ഇതുപോലെ മൗര്യൻ ആർമിയുടെ കാര്യമാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞ സപ്താംഗാസ് ടോട്ടലി ആ കിങ്ഡം റെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് ആർമി മാത്രം നോക്കുമ്പോൾ അതിലും ഒരു 5 ഡിവിഷൻസ് വരുന്നുണ്ട്. ആർമിയിലും 5 ഡിവിഷൻസ് വരുന്നുണ്ട്. കാലാള്, കുതിര, തേര്, അങ്ങനെയൊക്കെ നമ്മൾ പറയില്ല, അതുപോലെ 5 ഡിവിഷൻ. അതെങ്ങനെയൊക്കെയാണ്? ഏതൊക്കെയാണ്? ഇൻഫൻട്രി, കാവൽറി, ചാരിയോട്സ്, പിന്നെ ആനയുണ്ട്, എലിഫൻസ്, നേവി. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം മൗര്യൻ ആർമിയുടെ 5 ഡിവിഷൻ ഏതൊക്കെയാണ്? ഇൻഫൻട്രി, കാവൽറി, ചാരിയോട്സ്, എലിഫന്റ്, നേവി. ഇത് 5 എണ്ണമാണ്. ഇനിയാണ് അശോകന്റെ കുറച്ച് ഡീറ്റെയിൽസ് പഠിക്കാനുള്ളത്. അശോക ചക്രവർത്തി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മൗര്യ എംപയറിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എംപയർ ആയിരുന്നു അശോക്. അപ്പൊ അശോകന്റെ ധമ്മ മീൻസ് ധർമ്മത്തെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പം അദ്ദേഹം ധർമ്മം കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? പീസ് എക്സിസ്റ്റ് ചെയ്യണം. എവിടെയാണ്? ഈ രാജ്യത്തിൽ എന്താണ്? പീസ് എക്സിസ്റ്റ് ചെയ്യണം. ആൻഡ് കോ എക്സിസ്റ്റൻസ് എമംഗ് ഹിസ് സബ്ജക്ട്സ്.
ഓക്കെ, അപ്പൊ എന്താണ് ഉദ്ദേശിക്കുന്നത്? ദ ഐഡിയാസ് പ്രൊപ്പഗേറ്റഡ് ബൈ ദ എംപറർ അശോക. അപ്പം ഇദ്ദേഹം പറഞ്ഞ ഐഡിയാസ് ആണ് ഈ ധർമ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ധർമ്മ. ഓക്കെ, ധർമ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ അദ്ദേഹം പ്രൊപ്പഗേറ്റ് ചെയ്ത ഐഡിയാസ് ആണിത്. ഇതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, പീസ് മെയിൻറ്റെയിൻ ചെയ്യാനും അവിടെ ഉള്ള ജനങ്ങൾക്ക് തമ്മിൽ സമാധാനപരമായിട്ട് ജീവിക്കാനും വേണ്ടി അദ്ദേഹം ഇറക്കിയ കുറച്ച് ഐഡിയാസിനെയാണ് ഈ ധർമ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇദ്ദേഹത്തിന്റെ മെയിൻ ഐഡിയാസ് ഏതൊക്കെയെന്ന് നോക്കാം. ഒന്നാമത്തത് ബി ടോളറൻറ്റ് ടു അതർ റിലീജിയൻസ്. ബി ടോളറൻറ്റ് ടു അതർ റിലീജിയൻസ്. എല്ലാ റിലീജിയൻസിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യണം, അല്ലേ? നമ്മുടേത് മാത്രമാണ് നല്ലത് എന്നുള്ള പറഞ്ഞ് നിൽക്കാൻ പാടില്ല. അടുത്ത എന്താണ്? റെസ്പെക്ട് എൽഡേഴ്സ്. റെസ്പെക്ട് ചെയ്യണം എൽഡേഴ്സിനെയും ടീച്ചേഴ്സിനെയും റെസ്പെക്ട് ചെയ്യണം. അടുത്ത എന്താണ്? ബി കൈൻഡ് ടു സ്ലേവ്സ് ആൻഡ് സിക്ക്. ബി കൈൻഡ് ടു സ്ലേവ്സ് ആൻഡ് സിക്ക്. സ്ലേവ് എന്ന് പറഞ്ഞാൽ അടിമകൾ. അപ്പം അടിമകളോടും വയ്യാത്ത ആൾക്കാരോടും എന്തായിരിക്കണം? നമ്മൾ കൈൻഡ് ആയിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതിനകത്തൊരു ഹിസ്റ്റോറിയനെ പറ്റി പറയുന്നുണ്ട്, റോമില തപ്പാർ. ഓക്കെ, അപ്പം ഇവരെന്താണ് അവകാശപ്പെടുന്നത്? അതായത് ഈ അശോകധർമ്മ ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് വളരെ നല്ലൊരു പോളിസി ആയിരുന്നു. കാര്യം എഫിഷ്യൻ്റ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ, വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ. കാരണം വളരെ വാസ്റ്റ് ആയിട്ടുള്ള കൺട്രി അല്ലേ. അപ്പം ആ എഫിഷ്യൻ്റ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട് ഹാർമണി, സോഷ്യൽ ഗ്രൂപ്പ്സിനിടയിൽ ഒരു ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അശോകന്റെ ധർമ്മം ഒരുപാട് ഹെൽപ്പ് ചെയ്തെന്ന് റോമില താപ്പാർ എന്ന് പറയുന്ന ഹിസ്റ്റോറിയൻ ഒപ്പീനിയൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് അതിനകത്തുള്ള മെയിൻ കാര്യങ്ങൾ. എക്സ്പ്ലെയിൻ അബൌട്ട് ദ കോയിൻസ്. അപ്പോൾ കോയിൻ്റെ സർക്കുലേഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇതിനെ പഞ്ച് മാർക്ക്ഡ് കോയിൻസ് എന്നാണ് പറയുന്ന. ടെക്സ്റ്റിൽ അതിൻ്റെ ഫിഗർ ഉണ്ട്, കുറച്ച് കോയിൻസിനെ പറ്റി പറയുന്നുണ്ട്. അത് പഞ്ച് മാർക്ക്ഡ് കോയിൻസ് ആണ്. ഇത് കൂടുതലും സിൽവർ ആൻഡ് കോപ്പർ ആയിരുന്നു. കോയിൻസ് കൂടുതലും ഏത് മെറ്റീരിയൽ ആയിരുന്നു? സിൽവറും കോപ്പറും. ഓക്കെ, പിന്നെ നമുക്ക് ട്രേഡിനെ പറ്റിയും കൂടെ നോക്കാം. മൗര്യയുടെ ട്രേഡ് എങ്ങനെയായിരുന്നു? ഗുഡ്സ് വേ ട്രാൻസ്പോർട്ട് ത്രൂ ലാൻഡ്, സീ ആൻഡ് റിവേഴ്സ്. അപ്പോൾ ലാൻഡും സീയും റിവേഴ്സും ആണ് ഗുഡ് ട്രാൻസ്പോർട്ടിന് യൂസ് ചെയ്തിരുന്നത്. പിന്നെ ഉള്ളത് എന്താണ്? ഗ്രെയിൻസ്, ടെക്സ്റ്റൈൽസ്, മെറ്റൽ എക്സെട്ര വേ ദ ചീഫ് കമ്മോഡിറ്റീസ് ഓഫ് ട്രേഡ്. അപ്പോൾ മെറ്റൽസ്, ടെക്സ്റ്റൈൽസ്, ഗ്രെയിൻസ് ആയിരുന്നു മെയിൻ ആയിട്ടുള്ള കമ്മോഡിറ്റീസ്, ട്രേഡിന് വേണ്ടി യൂസ് ചെയ്തിരുന്ന സാധനങ്ങൾ. അടുത്ത എന്താണ്? ദ വേർഡ് സേത്തീസ് ആൻഡ് സദവാഹകർ. അപ്പോൾ ഈ രണ്ട് വാക്ക് ഓർത്തു വെച്ചോണം. സേത്തി, പിന്നെ എന്താണ്? സദവാഹകർ മെൻഷൻ ഇൻ ദ ബുക്ക് ഓഫ് ദോസ് ഡേയ്സ് റെഫേഴ്സ് ടു ട്രേഡേഴ്സ്. അപ്പോൾ ഇതിനെ ട്രേഡേഴ്സിനെയാണ് ഇങ്ങനെ പറയുന്നത്. സേത്തി എന്നും സദവാഹകർ എന്നും പറയുന്നത് ട്രേഡേഴ്സിനെയാണ്. ഓക്കെ, ഏർലി സിൽവർ ആൻഡ് കോപ്പർ പഞ്ച് മാർക്ക് കോയിൻസ് വേ യൂസ്ഡ് ഇൻ ട്രേഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, സിൽവർ ആൻഡ് കോപ്പർ പഞ്ച് മാർക്ക്ഡ് കോയിൻസ് ആണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ സേത്തിയും സദവാഹകരും എന്താണ്? അത് ട്രേഡേഴ്സ് ആണെന്ന് ഓർത്തു വയ്ക്കണം.